40 വർഷം മുമ്പേ ഒരിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല. അതിങ്ങനെ പോയി. ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി. ഇപ്പം രണ്ടുപേരും ഒറ്റയ്ക്കായപ്പോ 30 വർഷത്തെ പ്രണയം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ചതിക്കായിരുന്നു. എന്നടാ പണ്ണി വെച്ചെറുക്ക് ജയപ്രകാശ് ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി രണ്ടുപേരും വിവാഹിതരായിരിക്കുകയാണ്. 40 വർഷത്തെ പ്രണയം എന്നവര് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഏറി കയറിയപ്പോൾ നൈസായിട്ട് മാറ്റി തിരിച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാ അത് പോട്ട്. ഞാൻ അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ അച്ഛനോ അമ്മയോ, ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അവരെ നിങ്ങൾ വേറൊരു കല്യാണം നിങ്ങൾ നിന്ന് നടത്തി കൊടുക്കൂ? അതിനുള്ള മനോബലം, അതിനുള്ള പുരോഗമന മനസ്സ് നിങ്ങൾക്കുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എനിക്ക് പറ്റത്തില്ല. ഓഫ് കോഴ്സ് എനിക്ക് പറ്റത്തില്ല. ഉറപ്പായിട്ട് എനിക്ക് പറ്റത്തില്ല അങ്ങനെ നിന്ന് നടത്തി കൊടുക്കാനായിട്ട്. അച്ഛൻ്റെ സ്ഥാനം അച്ഛന് തന്നെയാണ്, അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക് തന്നെയാണ്. അതിന് ഒരാള് നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ച് മറ്റൊരാൾക്ക് അടുത്തൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. അത് പറ്റുന്നവരെ കൊണ്ട് ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട കുറെ പേർക്കൊക്കെ അത് സാധിക്കും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ ജയപ്രകാശ് ചേട്ടനും ലക്ഷ്മി ചേച്ചിയും 40 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല കാര്യം, നിങ്ങൾ കല്യാണം കഴിച്ചു ജീവിച്ചോ. പക്ഷെ 40 വർഷം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ജയപ്രകാശ് ചേട്ടൻ ഓൾറെഡി കല്യാണം കഴിച്ച വ്യക്തിയാണ്, രശ്മി ചേച്ചിയും ഓൾറെഡി കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ രശ്മി ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ജയപ്രകാശ് ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. അങ്ങനെ വന്നിട്ട് 5 വർഷമൊക്കെ ഗ്യാപ്പ് കാത്തിരുന്നതിന് ശേഷം ഇവര് തമ്മിൽ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഏതാണ്ട് 40 വർഷത്തോളം രണ്ടുപേരുടെയും പാർട്ട്ണർ മരണപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് പോലെയാണ് പറച്ചു കേട്ടപ്പോ എനിക്കും തോന്നി. ഞാൻ അങ്ങനെ തല്ല, ഇതെന്താ ഇവ ഇങ്ങനെ പറയണ എന്ന് ചിന്തിച്ച്. എന്നിട്ട് ഇവർ ഇന്റർവ്യൂലൊന്ന് മാറ്റി പറയുന്നുണ്ട്, അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒറ്റയടിക്ക് ഇവരുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. 40 വർഷത്തെ കാത്തിരിപ്പെന്നാണ് പറഞ്ഞത്. ഓഫ് കോഴ്സ് ചിലപ്പോൾ ഉള്ളിലുള്ള ആ ഒരു കാത്തിരിപ്പായിരിക്കാം. പണ്ട് പ്രണയിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പൈങ്കിളി പ്രണയമായിരുന്നു എന്ന് പറയുന്നു. ഇയാള് പ്രണയം ബുക്കിൽ ലെറ്റർ എഴുതി വെച്ചിട്ട് അവരറിഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. എന്തോ എവിടെയോ പോട്ടെ, അതെന്തെല്ലാം ആവട്ടെ. എന്തായാലും നിങ്ങൾക്ക് ആയുഷ്മാൻ ഭവ, മംഗളാശംസകൾ. അടിപൊളിയായിട്ട് ജീവിക്കൂ. ഇപ്പൊ തായ്ലൻഡിൽ എങ്ങാണ്ട് ട്രിപ്പൊക്കെ പോവുകയാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. നല്ല കാര്യമാണ് വയസ്സാം കാലത്ത്. പക്ഷെ എവിടെയോ എന്തോ ഒരു പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ കല്യാണ വീഡിയോ കൊടുക്കാം. ആ സമയത്ത് പറഞ്ഞ പോയിന്റും കേൾക്കാം. വീഡിയോ എടുക്കാനോ പറഞ്ഞ ഒരു 2 എപ്പിസോഡ് വേണ്ടി വരും. എങ്ങനെ പരിചയം? ഞങ്ങൾ അയൽക്കാരാണ്. കൊല്ലത്ത് മുണ്ടക്കല്, നമ്മുടെ വീട് അടുത്ത് തന്നെയാണ്. ഒരു 40 വർഷം മുമ്പേ ഒരിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല. അതിങ്ങനെ പോയി. ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി. ഇപ്പം രണ്ടുപേരും ഒറ്റയ്ക്കായപ്പോ വീണ്ടും ഒന്നിച്ചു. മക്കളും അവിടുത്തെ മക്കളും ഇവിടുത്തെ മക്കളും എല്ലാം മരുമക്കളും എല്ലാം. എന്തോ 2 ആൺമക്കളാണ് അദ്ദേഹത്തിന്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു മരുമാനുണ്ട്. അവരെല്ലാം സപ്പോർട്ട് തന്നെയാണ്. അവരുടെ സപ്പോർട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അതെ 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അങ്ങനെയല്ല ഓക്കെ, അതവിടെ കിട്ടെ. അപ്പൊ 40 വർഷത്തെ കാത്തിരിപ്പെന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. അതും പറഞ്ഞത് കേൾക്കുമ്പോ അയൽവാസികളായിരുന്നു, രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. എന്നാൽ അന്ന് സാധിക്കാതെ പോയി. രണ്ടുപേരും 2 വഴിക്ക് പോയി, 2 കല്യാണം കഴിച്ചു പോയി. അതിനുശേഷം രണ്ടുപേരുടെ പാർട്ട്നേഴ്സ് മരണപ്പെട്ടതിന് ശേഷം തന്റെ മക്കളും മരുമക്കളും എല്ലാരും കൂടിയൊക്കെ ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരും ഒന്നിപ്പിക്കുന്നത്. നല്ല കാര്യം. ചിലപ്പോ പുരോഗമന ചിന്താഗതിയിൽ നല്ല കാര്യം. ഇനിയിപ്പോ അവർക്കാർക്കും പ്രശ്നമില്ല, നമുക്ക് എന്തേടാ പ്രശ്നം എന്നായിരിക്കും ചോദിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേഴ്സണൽ ഒരു ഇതിൽ എനിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ അങ്ങനെ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. നിങ്ങളെല്ലാവരും അതുപോലെ ചിന്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതേ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഓഫ് കോഴ്സ് കമന്റ് ചെയ്യാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതുപോലെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഒരു മനോബലവും മനക്കട്ടിയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് വിഷയം അതൊന്നുമല്ല. അങ്ങനെ രണ്ടുപേരും കൂടി എന്തായാലും കല്യാണം കഴിച്ച് പക്ഷെ ഈ 40 വർഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ ആൾക്കാരങ്ങോട്ട് കയറി പഞ്ഞിക്കിട്ട് പൊങ്കാലായിട്ട് വലിച്ചീരങ്ങ് ഒട്ടിച്ച് കാണാം.
അമ്മയെ കെട്ടിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടാണ് എടുക്കുന്നത്. തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ഇങ്ങനെയൊക്കെ പോളിഷ് ചെയ്തു പറയുന്നു എന്ന് മാത്രം. അതായത് അച്ഛനും അമ്മയും ഇപ്പൊ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉള്ള ഒരാളെ മറ്റൊരാളുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന മക്കൾ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ട്രെൻഡിൽ യോജിപ്പില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് സീരിയസ്ലി ആ ട്രെൻഡിൽ യോജിപ്പില്ല. എന്തുവാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്, നമുക്ക് അതിൽ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അവർക്ക് ആർക്കും പ്രശ്നമില്ല, പിന്നെ എനിക്ക് എന്ത് പ്രശ്നം? അത്രേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റത്തില്ല. ഓക്കെ, വോട്ടവർ, അതങ്ങനെ ആയിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് പുതുതായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ഇതുപോലത്തെ ഒരു വിഷയം, ഒരു കല്യാണം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് പേഴ്സണലി യോജിപ്പില്ല, പിന്നെ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവരുടെ ഇഷ്ടം, നമുക്ക് എന്തേടെ. എന്തായാലും അച്ഛനും അമ്മയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വേറെ കെട്ടിച്ച് വിടുന്നത് എന്നുള്ളൊരു സംസാരമാണ് നാട്ടുകാർ സംസാരിക്കുന്നത്. നാട്ടുകാരെ ഞാൻ കുറ്റം പറയത്തില്ല. ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വല്ലതൊക്കെ വിളിച്ച് പറയും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. അതുപോലെ ഇവിടെ മീഡിയക്കാരെ മറ്റേ ഗണിച്ചറിഞ്ഞ് വന്നതെന്നല്ല, മീഡിയക്കാരെ ഇവരാരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും വിളിച്ച് വരുത്തിയത്. അങ്ങനെയാണ് ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തിയത്. അതുകൊണ്ട് മീഡിയക്കാരെയൊന്നും ഇനിയിപ്പോൾ കുറ്റം പറയണ്ട. അവർ വെറുതെ ഗണിച്ചിരുന്നു വാം ക്രീം എന്ന് പറഞ്ഞ് വരുന്നതൊന്നും അല്ല. അവരെടുത്ത് ഇവരാരൊക്കെ തന്നെ പറഞ്ഞു, അവർ വന്നു, ബൈറ്റ് എടുത്തു പോകുന്നു, അത്രേ ഉള്ളൂ. മീഡിയക്കാർ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല ഈ ഒരു കേസിൽ. ഓക്കെ, ഒരു ലേഡി ഒരിക്കലും ഹസ്ബൻഡ് മരിച്ചാൽ മാരേജ് കഴിക്കില്ല, നാണമില്ലേ തള്ളയ്ക്ക് പിന്നെ ഫേസ്ബുക്ക് എടുത്ത് ഇട്ടിരിക്കുന്ന പ്രായം. അതായത് ഒരു ലേഡി ഹസ്ബൻഡ് മരിച്ചു പോയാൽ വേറെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. കഴിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷെ മക്കള് നിന്ന് വേറൊരു കല്യാണം, അതും അത്യാവശ്യം വളർന്ന മക്കള്, കല്യാണം കഴിഞ്ഞ മക്കളാവാം, അങ്ങനെയൊക്കെ ഉള്ളവർ നിന്ന് കല്യാണം നടത്തി കൊടുക്കുക സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ സ്വന്തം അച്ഛന്റെ, അതെങ്ങനെ അവർക്ക് ആ മനസ്സ് വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ അമ്മയുടെ സന്തോഷമാണ് എന്റെ അമ്മയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, എന്റെ അച്ഛന്റെ സന്തോഷമാണ് എന്റെ അച്ഛന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെ മനസ്സ് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് പറ്റിയ അന്തസ്സുള്ള മക്കൾ, പാവം എക്സ് ഫാദർ. അതെ, എക്സ് ഫാദർ, സ്വന്തം അച്ഛൻ. ഇപ്പൊ ഈ പെൺമക്കള് സ്വന്തം അമ്മയെ കെട്ടിച്ചു വിട്ടു, ആൺമക്കൾ സ്വന്തം അച്ഛനെ കെട്ടിച്ചു വിട്ടു. അപ്പൊ എനിക്ക് രണ്ടുപേരുടെ ചോദിക്കാനുള്ള, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ ഇവർ രണ്ടുപേരും നിങ്ങൾ മറന്ന പുതിയ ആൾക്കാരെ കിട്ടിയല്ലോ. എന്തോ എനിക്ക് എവിടെയോ എന്തോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില സ്ത്രീകൾ കല്യാണം കഴിക്കാറുണ്ട്. അവരുടെ നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ചു പോയ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മക്കളെ വളർത്താൻ കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ കല്യാണങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ ഇത് വലുതായിട്ട് മക്കൾ വേറെ കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു സിറ്റുവേഷന് എന്തൊക്കെ പുരോഗമനങ്ങളെന്തോ ഈ നാട്ടിൽ നടക്കുന്നത്. ദൈവമേ, എനിക്കറിയാൻ പാടില്ലേ. പുരോഗമനം കൂടി എന്തൊക്കെ അപരാധങ്ങളാണ് കാണേണ്ടി വരുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. 40 വർഷം താലി കെട്ടിയ ഭർത്താവിനെ മനസ്സുകൊണ്ട് വഞ്ചിച്ച ഇവളെ എന്ത് പേരിട്ട് വിളിക്കണം? അതായത് ഇവര് തന്നെ പറയുന്നുണ്ടായിരുന്നു 40 വർഷത്തെ കാത്തിരിപ്പ്, 40 വർഷത്തെ പ്രണയം എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ ഓഫ്കോഴ്സ് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇവര് അതിനുശേഷം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവിടെ വളച്ചൊടിക്കുന്നുണ്ട്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. പക്ഷെ എനിക്കത് എന്തോ ആദ്യം പറഞ്ഞ ഇതുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഇല്ല. ആദ്യം അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് രണ്ടാമത് ഏറി പോയപ്പോൾ രണ്ടാമത് മാറ്റി ഇന്റർവ്യൂ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്റെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. 10 പൈസ വരുമാനമില്ലാത്ത ഒരു വയസ്സനാണെങ്കിലും കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ? ഇതിപ്പോ അമ്മയ്ക്കും കോള്, പെൺമക്കൾക്കും കോള്. അമ്മയെ നോക്കണ്ട, ഉത്തരവാദിത്തം ഒഴിഞ്ഞു കിട്ടി, ചുളുവിൽ പെൺമക്കൾ വൈറലായി എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോ അമ്മയെ നോക്കണ്ട എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പോയിന്റ്, അമ്മ ഇനി ശല്യം ചെയ്യണ്ട, അമ്മ വഴിക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം, അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കും തൊല്ലയില്ല, അവരെ നോക്കണ്ട, അവര് ചിലവ് നോക്കണ്ട, ആ ഒരു മൈൻഡിലും ചിന്തിക്കുക. ഇനി അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഈ പെൺമക്കളുടെ ചെറുമക്കളുണ്ടെങ്കിൽ അവരെ നോക്കാമായിരുന്നല്ലോ അമ്മയ്ക്ക്, ഏത് അങ്ങനെയും ചിന്തിക്കുക. അതുകൊണ്ട് നമുക്കിത് എല്ലാ പെർസ്പെക്റ്റീവിലും നിന്നും ചിന്തിക്കാം. പിന്നെ അവർക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം അവർക്കും ചോദിക്കാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി വേറൊരു കമന്റ്, 40 വർഷത്തെ കാത്തിരിപ്പ്, അടുത്ത വീട്, രണ്ടുപേരുടെയും പങ്കാളികൾ മരിക്കുന്നു, പങ്കാളികൾ കൂടെ ഉള്ളപ്പോൾ രണ്ടുപേരും കാത്തിരിക്കുന്നു. എന്തിന് പങ്കാളികൾ മരിക്കാനോ? അതെ, ക്വസ്റ്റ്യൻ. മക്കൾ തീരുമാനിച്ചതല്ലേ, ഞങ്ങൾ മക്കളോട് പറഞ്ഞു വിഭാഗം ചെയ്യണം എന്ന്. മീഡിയകളുടെ മുൻപിൽ ഇങ്ങനെ സംസാരിക്കാനും വേണം ഇങ്ങനെ ഒരു കഴിവ്. എല്ലാവരും കണ്ടു പഠിക്കൂ. എനിക്ക് കുശുമ്പാണെന്ന് മാത്രം പറയല്ലേ ഫെമി പ്ലീസ്. അതായത് ഈ കമന്റ് പറയുന്നത് കറക്റ്റ് അല്ലേ? അവര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ കമന്റ് ആള് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം 40 വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ 40 വർഷത്തെ പ്രണയം എന്ന് അവർ പറയുമ്പോൾ രണ്ടുപേരും മരിച്ചുപോയ പാർട്ട്നേഴ്സിന് എന്ത് വിലയാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. മനസ്സിലായോ? ആൾക്കാരെ കുറ്റമൊന്നും പറയില്ല. ആൾക്കാർ പറയുന്നതും ചോദിക്കുന്നതും ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അവർക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്തിടെ പ്രശ്നം ഒന്നായിരിക്കും. അത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. അതങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും വാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊളയായി, സത്യം. ഇനിയിപ്പോ മറ്റേ ആൾക്ക്
എന്താണ് സംഭവിച്ചത്? എല്ലാവരും ചിലക്കേണ്ട 40 വർഷത്തെ കാത്തിരിപ്പ്. ഉളുപ്പുണ്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്? 40 വർഷം അയാളുടെ ചെലവിൽ ഇയാളെ ഓർക്കുക. സപ്പോർട്ടിന് കുറെ വിവരദോഷികൾ ആയിക്കോട്ടെ, അതിന് ഒരടക്കം മര്യാദയൊക്കെ നല്ലതാണ്. നാം മനുഷ്യരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും മക്കൾ തന്നെ കെട്ടിച്ചു വിട്ട്, ഇതൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളായിട്ട് വെച്ച് ആ കാര്യങ്ങൾ അങ്ങ് ഡീൽ ചെയ്താൽ പോരെയെന്നാ. എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എന്തോ ഒരു അഭിമാനപൂർവ്വമുള്ള കാര്യം പോലെ ഇന്നത്തെ കാലത്ത് സ്വന്തം അപ്പനെയും അമ്മയും കെട്ടിച്ച് വിടുന്നത് മക്കൾക്ക് എന്തോ അഭിമാനം കൊണ്ട കാര്യം പോലെയാണ് ഇവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നത്. എനിക്കത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കിത് മനസ്സിലായിട്ടില്ല. ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? അപ്പം നിങ്ങൾ അച്ഛനമ്മയെ നിങ്ങൾ തന്നെ കെട്ടിച്ചുവിട്ട് അവരെ ഇഷ്ടത്തിന് അവരെ കെട്ടിച്ചുവിട്ട് അവരും ജീവിക്കുന്നു, പോട്ട്. അതെന്തോ വലിയ സംഭവം പോലെ. ഒന്നാമത് നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തി ഒരു പട്ടിക്കുഞ്ഞും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി ബൈറ്റ് എടുപ്പിച്ച് വൈറലാക്കി. ഇതൊക്കെ എന്തിന്? നാട്ടുകാര് വായിലിരിക്കുന്ന തള്ളക്കളിയാക്കാനാ? എന്തിന്? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഇതിന്റെ റീച്ചിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചോല്ലോ എനിക്ക് ഫീൽ ചെയ്തു ചില പോയിന്റിലൊക്കെ. 40 വർഷത്തെ കാത്തിരിപ്പ് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്നവർ മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ആൾക്കാർ ചോദിക്കുന്നതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ആൾക്കാർ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതിനുള്ള ഒരു ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ലേ. ഇനി ഇതിനുശേഷം ഇവർ മെയിൻ സ്ട്രീം മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഈ 40 വർഷത്തിന്റെ കണക്കും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. നേരെ അതിൽ നിന്ന് ഉൾട്ടയടിച്ച് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. കേട്ടു നോക്കാം. സന്തോഷം. അതെ, 59 അത് സെയിം ഏജ് ആണോ രണ്ടുപേരും? 59 and 66. ഓ, ഓക്കെ. എന്താണ് ഈ ഒരു സമയത്ത് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നതിനുള്ള ഒരു ഫസ്റ്റ് ഒരു തോട്ട് വരുമല്ലോ, അത് എവിടുന്നായിരുന്നു? അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ഇത് വന്നപ്പോ ഇതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ നല്ലൊരു സാഹചര്യം ഒത്തു വന്നു, ആളും ഒത്തു വന്നപ്പോ മക്കളും എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. അവരും ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അവിടെ മോളുടെ മക്കളുടെ ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അന്നേരം പിന്നെ ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നവര്, ഫാമിലിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവര്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പുതിയൊരാളെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൽ നിന്ന് സേഫ് ആയിട്ടൊരു ഇതാണ് തോന്നുന്നു. എങ്ങനെയായിരുന്നു തുടക്കം? തുടക്കം ചെക്കന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം അറിയാവുന്ന ആളായിരുന്നു. കുറെ കാലമായിട്ട് വീട്ടിൽ സ്ഥലത്തില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു അറിവില്ല. ഞങ്ങള് രണ്ടുപേർക്കും 2 ഫാമിലി ഉണ്ടായി. അതിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാ പാർട്ട്നേഴ്സിനെ ഞങ്ങൾക്ക് 2 പേർക്കും നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി ജീവിതം. ഏട്ടനും അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. ഞാൻ 10 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ തിരക്കും, അവരൊക്കെ വളരെ ലവിങ് ആണ്, കെയറിങ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അങ്ങനെ വന്നപ്പോ എല്ലാം അവിചാരിതമായിട്ട് സംഭവിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ഒരു തീരുമാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നല്ല തീരുമാനം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു ദ്രോഹമില്ല, തെറ്റുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ജീവിച്ചോ, അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചോ. ഇനി ഉള്ള ഈ ഒരു എന്താ പറയാ വാർദ്ധക്യ കാലത്തിൽ നിങ്ങൾക്ക് പരസ്പരം മിണ്ടിയും പറഞ്ഞും ഇരുന്ന് മറ്റേ ലാലേട്ടൻ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ, ഡയലോഗ് മറന്നുമില്ല, അതുപോലെ തന്നെ മറ്റേ ആദ്യം തന്നെ സംഭവം തന്നെ, അതുപോലെ നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു കാലമാണ്. തായ്ലൻഡിലൊക്കെ പോകുന്നുണ്ട്, പോയെന്നൊക്കെ അറിയുന്നുണ്ട്, നല്ല കാര്യം. അങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കൂ. പക്ഷേ 40 വർഷത്തിന്റെ കണക്ക്, ആ കണക്കാണ് നിങ്ങൾ ഈ രീതിയിൽ കൊണ്ട് എത്തിച്ചളഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങൾ 40 വർഷത്തെ കാത്തിരിപ്പ് അല്ലെ 40 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോയ പാർട്ട്നേഴ്സിന് എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തതെന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതാണ് നാട്ടുകാർ ഇത്രയും എടുത്തിട്ട് പഞ്ഞി കിട്ടത്. അതിനുശേഷം വെളുപ്പിക്കാനായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി എന്തോ നിങ്ങൾ ഏറെ എന്നെ തിരിച്ച് മറിച്ച് ഉൾട്ടയടിച്ച് തിരിച്ച് വളച്ചിടിച്ച് എടുത്തുകൊണ്ട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മക്കൾക്കും സമ്മതമാണ്. നിങ്ങൾ അയൽവാസികളായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതായത് നിങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം 2 പേരും അയൽവാസികളായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? നല്ലതാണ്. 2 പേരും അതിന് മുന്നേ 40 വർഷം മുന്നേ പ്രണയത്തിലുമായിരുന്നു. അതുകൊണ്ട് എവിടെയോ എന്തോ പോട്ടെ. ഇനി എന്തായാലും അടിപൊളിയായിട്ട് ജീവിക്കുക. ആശംസകൾ നേരുന്നു, മംഗളാശംസകൾ. ഈ ഒരു വാർദ്ധക്യത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. പക്ഷെ ഇതെല്ലാം വലിയ നല്ല കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ കൊണ്ട് ഇടാതിരിക്കുക. നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളെ മക്കൾക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു കല്യാണം എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വൈറലാണ്. നമുക്ക് ഇന്റർവ്യൂ ഇട്ട് അച്ഛനും അമ്മയ്ക്ക് ഇന്റർവ്യൂ ഇട്ട് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു കടുങ്കൈക്ക് നിന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും സ്വന്തം അച്ഛനും അമ്മയും പിടിച്ച് 2 ഓപ്പോസിറ്റിൽ നിന്നും കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്ന് എനിക്ക് തോന്നുന്നു.
എന്തോ അറിയാൻ പാടില്ല, ഒന്നും പിടിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് പിള്ളേർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുമെന്തോ. അങ്ങനെ ചിന്തിച്ചെന്നല്ല, ഞാൻ എന്റെ അസംഷൻസ് പറഞ്ഞതാണ്. എന്നാലും ഇതിന് ശേഷം പറയുന്ന കേട്ടു നോക്കാം. പറയുന്നുണ്ടായിരുന്നു, ഞാൻ മക്കളുടെ മാമിന്റെ മക്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ടായിരുന്നു 40 വർഷം മുമ്പ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു മനസ്സിൽ, പക്ഷെ അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനോ അതങ്ങോട്ട് കണക്ട് ആവാനോ ഒന്നും പറ്റാണ്ട് പോയി. അതിനുശേഷം ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നു എന്നൊക്കെ ഉള്ളത്. അന്ന് നിങ്ങൾ കണ്ടുകൂട്ടിയപ്പോ ഒരു ലെറ്റർ ഞാൻ എഴുതി കൊടുത്തായിരുന്നു, പക്ഷെ പുള്ളിക്കാരി വായിച്ചതുമില്ല, എനിക്കത് കണ്ടതുമില്ല, അറിഞ്ഞതുമില്ല. അതെ, അത് വീട്ടിൽ കൊണ്ട് ഫാദറിന് കൊടുക്കാനുള്ള ഒരു ഇതിനകത്ത് വെച്ചാ കൊടുത്തത്. ബുക്കിലെന്തോ അല്ലേ? അന്നേരം നേരിട്ട് കൊണ്ട് ഞാൻ ഫാദറിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അതുപോലെ ഞാൻ കൊണ്ട് കൊടുത്തു. നോക്കിയതൊന്നുമില്ല. ഇല്ല, അതിന്റെ അകത്ത് അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടാവുമെന്ന് അന്ന് ചിന്തിച്ചില്ല. ഇല്ല, അതിനെ പറ്റി ഒരു സൂചനയും തന്നില്ലായിരുന്നു. സാധാരണ ഫാദറിന് കൊടുക്കാനായിട്ട് ഓരോ മീറ്റിംഗ്സിന്റെ കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ബുക്സ് അവിടുന്ന് തരുമായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കും എന്ന് കരുതി കൊണ്ട് കൊടുത്തതാണ്. ഫാദറും അപ്പൊ അത് തുറന്നു നോക്കിയില്ല, ഡയറി പോലൊരു സാധനം ആ ടേബിളിലോട്ട് വെച്ചു. പിന്നെ മനസ്സിലായി അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ. കണ്ടിട്ടില്ലെന്നല്ല, അവിടെ ഡെലിവറി ചെയ്ത് ചിലപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്റെ ഫ്രണ്ടിനെ വിട്ടിട്ട് അത് തിരിച്ചു മേടിച്ചു. അതെ, അന്നേരം പിന്നെ ഇപ്പോഴാ മീറ്റ് ചെയ്യപ്പോഴാ അറിഞ്ഞ ആ ലെറ്റർ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ആ ഫാദറും കണ്ടിട്ടില്ല. അതെ, അന്ന് ഭയങ്കര സങ്കടം തോന്നിയിരുന്നോ? ഇല്ല, അന്ന് സങ്കടം അങ്ങനെ വലിയ പ്രണയമൊന്നും അല്ലായിരുന്നു. ഇഷ്ടം തോന്നിയത് പറയാൻ നോക്കിയ ആ സമയത്തൊക്കെ അത്രയാണ്, ഒന്ന് കാണുക, ഒന്ന് ചിരിക്കുക, അല്ലെ മാക്സിമം ഒന്ന് മിണ്ടുക, അത്രേ ഉള്ളല്ലോ. എടുത്ത് ചിരിച്ചിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കിങ്ങനെ നോക്കുമെന്നുള്ള ചിരിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒന്നും. അന്ന് SLC കഴിഞ്ഞിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമായിരുന്നു. ഞാൻ അന്നേരം അവിടെ വർക്ക് ചെയ്യായിരുന്നു കുറച്ച്. അങ്ങനെയാണ് കണ്ടത്. കുറെ കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് ലക്ഷ്മി അന്ന് ഒരാകർഷണമായിരുന്നു. അത് കൊണ്ടൊന്ന് ഒരു എന്റെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നു. അതെ, അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണല്ലേ എല്ലാവരും 40 വർഷത്തെ പ്രണയം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചത്. അപ്പം എല്ലാവരും സ്വാഭാവികമായിട്ട് 40 വർഷത്തെ പ്രണയം, അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ അങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളാണ് വന്നത്. അതില് സ്വാഭാവികമായിട്ട് തിരക്കിന്റെ ഇടയ്ക്ക് കുറച്ചു നേരം നിന്ന് സംസാരിച്ചതിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നല്ലേ? അതെ, അന്നേരത്തെ നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ലോ, ചോദിക്കുന്നതിന് ആൻസർ പറയുന്നു, ആ സിറ്റുവേഷൻ ഒന്ന് ഫേസ് ചെയ്യാന്നുള്ളതല്ലോ. 40 വർഷം മുമ്പ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതിപ്പോ സബലീകരിച്ചു എന്നാണ് മാം കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് വേറൊരു തരത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് മുഴുവനും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ചില പോയിന്റ്സ് അതെ, അതാണ് വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന് മീഡിയക്കാർ ഇവർക്ക് പണി കൊടുത്ത്, അല്ലെങ്കിൽ ഇവര് അവിടെ പറഞ്ഞിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാറ്റി അടിക്കുന്നതാവാം. അങ്ങനെയും വരാം. അതാണ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇവരുടെ കാര്യം ഇവര് കൃത്യമായിട്ട് അന്ന് പറഞ്ഞ വീഡിയോക്കാർ മുക്കി ആ ഒരു ഒറ്റ സ്ട്രെച്ച് സാധനമായിട്ട് അത് കണ്ടിട്ട് ഇടയ്ക്ക് കട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ ഒറ്റ സ്ട്രെച്ച് സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 40 വർഷത്തിന്റെ ഒരു സാധനം, 40 വർഷത്തെ പ്രണയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഏറിക്കേറിയതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് മാറിയിരുന്ന് ഉൾട്ടടിക്കുന്നതാവാം, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഇതിൽ വാക്ക് കൊണ്ട് പറഞ്ഞു പോയതാവാം. മീഡിയക്കാരുടെയൊക്കെ മുന്നിൽ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് അടിക്കുമെന്ന് ചിന്തിക്കത്തില്ല. അങ്ങനെ മീഡിയക്കാരെ മുന്നിൽ സംസാരിച്ച് ശീലമുള്ള ടീംസൊന്നും അല്ല ഇവർ. അസ്ഥിതിക്ക് 40 വർഷത്തെ കാത്തിരിപ്പ്, മറ്റേ മിന്നൽ മുരളിയിൽ പറയുന്ന പോലെ മാസ് അടിച്ച് കയറ്റിയതാവാം. മേ ബി അങ്ങനെ അടിച്ച് കയറ്റി കയറിപ്പോയതും ആവാം, എന്തും ആവാം. ഒരു പൊലിമ ഇരിക്കട്ടെ, കുറച്ച് ബൂസ്റ്റപ്പ് കിട്ടട്ടെ. ഞാൻ ആദ്യമേ പറയാം, മക്കൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിങ്ങളെ കെട്ടിച്ചു വിട്ടതോ നിങ്ങളെ തന്തയും തള്ളയൊക്കെ കെട്ടിച്ചു വിട്ട് ഇതിനേക്ക് എന്തിനാണ് സോഷ്യൽ മീഡിയയിലെ കൊണ്ടൊരു ആഘോഷമാക്കുന്നത്? എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്തതുപോലത്തെ ഒരു ഫീലില് അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്വന്തം അപ്പനും അമ്മയും കല്യാണം കഴിപ്പിച്ചു വിടുന്നത് അത്ര വലിയ ഭയങ്കര പുണ്യപ്രവൃത്തിയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ കല്യാണം കഴിപ്പിക്കുക, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കാര്യങ്ങളാണ്, ഓക്കെ വോട്ടവർ. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ രണ്ട് അഭിപ്രായം വരും. അതുപോലെ തന്നെ പല രീതിയിൽ ഇത് കമന്റ്സ് വരും, പല രീതിയിൽ വിമർശനങ്ങൾ വരും. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് 40 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് വേറെ ഇന്റർവ്യൂ എടുത്ത് മാറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കെന്തോ അത് എനിക്കിപ്പോഴും ഡൈജസ്റ്റ് ആവുന്നില്ല. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ പറഞ്ഞതിന്റെ പ്രശ്നമായിരിക്കാം. എൻ്റെ ഒരു തോട്ട് പ്രകാരം എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എടുത്ത് റിപ്പീറ്റ്ലി പറയുന്നത്.
ഓക്കെ, ബാക്കി പറഞ്ഞാട്ടെ. രണ്ടുപേരും കൂടെ ഒരു നമുക്ക് ഇത്തിരി താമസിച്ചാണെങ്കിലും മക്കള് പറയുന്നുണ്ട് ഒരു കമ്പാനിയൻഷിപ്പ് രണ്ടുപേരും ആഗ്രഹിച്ചു, നമ്മളെ സാധിച്ചു കൊടുത്തു, അതിലൊരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നമ്മള് രണ്ടു കൂട്ടരും ഭയങ്കര സന്തോഷത്തോടെ നടന്നൊരു സംഭവം തെറ്റിദ്ധരിക്കപ്പെടുന്നു, നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നു. ഭയങ്കര വിഷമം തോന്നിയോ? ഇല്ല, ഞാൻ ഈ കമന്റ്സിൽ പൊതുവെ ഞാൻ ഇതൊന്നും വായിക്കാറില്ല, കമന്റ്സ് ഒന്നും വായിക്കാറില്ല. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വീഡിയോസ് ഒന്ന് കാണും. ഓക്കെ, അന്നേരം കമന്റ്സ് എന്ന് ഓരോരുത്തർ അവരവരുടെ ഇതല്ലേ, നമുക്ക് ബോധമാണ്. ഫാമിലിയോട് ഒരുപാട് കൺസേൺ കാണിക്കുന്ന ഒരാളാണ് ഏട്ടനെ. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. വൈഫിനെയും മക്കളെയൊക്കെ ഒരുപാട് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വൈഫിനെ ഇത്രയും സ്നേഹിക്കുകയും മക്കളോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അതെ മറ്റൊരാളെയും അങ്ങനെ ഒരാളായിരുന്നു എനിക്കും ആഗ്രഹം. അതെ, എനിക്ക് ആ സ്നേഹം കിട്ടുന്നുണ്ട്, അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ മക്കളോടും. ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ ഒരു പരീക്ഷ എടുക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കാന്ന് പറയുന്ന ഒരു കമ്പാനിയൻഷിപ്പിനല്ലേ, ഒരു കൂട്ട്. എന്തിനും സങ്കടത്തിലായാലും സന്തോഷത്തിനായാലും ഒരു കൂട്ട്. അപ്പൊ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവസാന സമയം നമ്മുടെ ജീവിത പകുതിയോളം കഴിഞ്ഞില്ലേ, അപ്പൊ ഇനി അതൊരു റിസ്ക് ആവരുതല്ലോ. ഇപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആ, ദൈവം ഇങ്ങനെ നിലനിർത്തിയാൽ മതി. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കുറെ അധികം നെഗറ്റീവ് കമന്റ്സ് വന്നതാണ്. ഈ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. അത് അവരിപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അവര് മാറ്റി പറയാൻ പോകുന്നില്ല. അതെ, അവർക്ക് അതിന് സന്തോഷമുണ്ട്, അവർ സന്തോഷത്തെ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൻ കമന്റ് ആണ് എന്താ, മക്കള് അവരുടെ ഉത്തരവാദിത്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛനെയും അമ്മ ഈ ഒരു വിവാഹത്തിലേക്ക് തള്ളിവിട്ടത്, മക്കളുടെ നിർബന്ധം കാരണമായിരിക്കും അതൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പം മക്കളെ, എന്റെ മോളെ, ഇളയ മോളെ ഒരുപാട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. കാരണം അവൾക്കാണ് ഞാൻ പോയാൽ ഒരുപാട് നഷ്ടം വരുന്നത്. കാരണം അവളുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്. മോള് കോളേജിൽ എന്നും പോയി വരുവാണ്, എറണാകുളം കൊല്ലം യാത്രയാണ്. അപ്പൊ കൂടുതൽ സമയം അവള് ട്രെയിനിലാണ്. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് 3:30 എഴുന്നേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അരുവം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടും. പിന്നെ ട്രെയിനിലാണ് അവർ ഇച്ചിരി റിലാക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോളേജിൽ ചെന്നാലും ജോലിയുണ്ട്, പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ട്രെയിനിൽ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് 8 മണി 8:15 ആവും. അപ്പൊ അതുവരെ കുഞ്ഞിനെ മോളെ ഞാൻ ടേക്ക് കെയർ ചെയ്യും. അവള് 3:30 ആകുമ്പോ സ്കൂൾ വിട്ട് വരും. പിന്നെ അവൾക്കുള്ള ഫുഡും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും പിന്നെ രാത്രിയിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നതും എല്ലാം. അപ്പൊ അവൾക്കാണ് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നത്. പക്ഷെ മോളാണ് എന്നെ ഒരുപാട്, 2 മക്കളും മരുമോനും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ അവിടെ നിർത്തിയാൽ പോരെ. അതെ, അവരുടെ സെൽഫിഷ് ആയിട്ട് അവർ ചിന്തിച്ചാൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രയോജനമാണ്. അമ്മയുടെ സന്തോഷം അവര്, അതുകൊണ്ടാണ് ഞങ്ങള് ഒരുമിക്കാൻ തന്നെ ഒരു കാരണം. ഓക്കെ, അമ്മയുടെ സന്തോഷം എന്ന് പറയുമ്പോ അപ്പൊ അമ്മ അങ്ങോട്ട് ആഗ്രഹം പറഞ്ഞു മക്കളുടെ അടുത്ത്, എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണം. അവിടെ അപ്പുറത്ത് ഇങ്ങേരി അച്ഛൻ അപ്പുറത്തൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് മക്കളെ ഒരു കല്യാണം കഴിക്കണം. അതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ് എന്തേലും ആവട്ടെ, എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ചു. ഇനിയിപ്പം മോളെ മക്കളാരും നോക്കും, തായ്ലൻഡിൽ പോകണ്ടേ, തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ മോളെ മക്കളാരും നോക്കും. എന്തേലും ആവട്ടെ. എന്തായാലും എനിക്ക് എവിടെയോ ഇവർ പറയുന്ന കാര്യങ്ങൾ എനിക്കെന്തോ ഒരു എന്ത് പറയാം, എനിക്കെന്തോ അപ്പോഴും പറഞ്ഞ വാക്കും പിന്നെ പറഞ്ഞ വാക്കും കൂടി കേട്ടപ്പോൾ എനിക്കൊരു സംഭവം, ഒരു കണക്ഷൻ എവിടെയോ മിസ്സിങ് എനിക്ക്. ഇനി മക്കള് പറയുന്നത് കേൾക്കുക. അതായത് ഈ ലേഡിയുടെ, രശ്മി എന്ന് പറയുന്ന ഈ ലേഡിയുടെ 2 പെൺമക്കളില്ലേ, അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഇവർ വൈറലാക്കിയത്. വൈറലായിട്ട് റീച്ചാക്കിയിട്ട് അച്ഛനും അമ്മയും ഏറി കയറ്റി വിട്ടിട്ട് മക്കൾക്ക് എന്ത് കിട്ടാൻ എനിക്ക് മനസ്സിലാവല്ലോ, ഒന്നും പിടികിട്ടല്ല എനിക്ക് സത്യം. എന്തായാലും മക്കൾ പറയുന്നത് കേട്ടോ നോക്കാം. എവിടേക്കോ നമ്മളൊക്കെ വിചാരിച്ച അച്ഛന്റെ ആത്മാവും ചിലപ്പോൾ ഇത് കണ്ട് ഉറപ്പായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അമ്മ ഒരിക്കലും ഗ്ലൂമി ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കണമെന്ന് ആലോചിച്ച പ്രവർത്തിച്ച ഒരാളെ അല്ല നമ്മുടെ അച്ഛൻ. ഒറ്റപ്പെട്ടു പോകരുതെന്ന് അച്ഛന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈവൻ അച്ഛൻ അവസാനം പറയായിരുന്നു, നിന്നെ ഒരു ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്നൊക്കെ അച്ഛൻ പറയായിരുന്നു. തമാശക്കായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും അച്ഛൻ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ വല്യമാമനും അന്ന് വന്നപ്പോ പറഞ്ഞിരുന്ന മോഹന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, വല്യമാമന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഒരാളെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അമ്മ അതിനൊന്നും തയ്യാറായിരുന്നില്ല ഇത്രയും വർഷം. ഇപ്പോഴാണ് അമ്മ ഓക്കെ ആയത്. അതിപ്പോ 15 വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ ഓക്കെ ആണെങ്കിൽ അപ്പം അമ്മയ്ക്ക് ഒരു റൈറ്റ് പേഴ്സൺ ഫീൽ ചെയ്താൽ ഞങ്ങൾ അപ്പം വേണമെങ്കിൽ 70 വയസ്സിലാണെങ്കിൽ അമ്മ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. അച്ഛൻ പെട്ടെന്ന് കുറച്ച് വയ്യാതെ കിടന്നു. അച്ഛന് ഞാനൊരു 10th ആയപ്പോ തൊട്ടേ അച്ഛന് വയ്യായ്മ ഉണ്ടായിരുന്നു. അച്ഛന് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന് സെക്കൻഡറീസ് വന്നു.
അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഒരു കുഞ്ഞിനെ നോക്കണ പോലെയാണ് അമ്മ അച്ഛനെ നോക്കിയത്. അത്രയ്ക്ക് എത്ര നല്ലതായിട്ട് എനിക്കറിയില്ല, ഒരു പ്രാവശ്യം പോലും നെറ്റി ചുളുങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാണ്ട് അങ്ങനെ അച്ഛനെ നോക്കാൻ പറ്റും. അമ്മയുടെ വളരെ ചെറുപ്പത്തിലെ പ്രായത്തിലാണ്, അമ്മ 49 വയസ്സിലാണ് അമ്മയ്ക്ക് അച്ഛൻ നഷ്ടപ്പെടുന്നത്. അപ്പം അതിനൊരു 10 വർഷം മുന്നേ തൊട്ട് അച്ഛൻ അസുഖമാണ്. 39 വയസ്സ് തൊട്ട്, അമ്മയുടെ 39 വയസ്സ് തൊട്ട് അച്ഛന് വയ്യാണ്ടിരിക്കുക, അച്ഛന്റെ 40s. അപ്പൊ ആ സമയം തൊട്ടേ അച്ഛനെ നോക്കുന്നു, അച്ഛന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അച്ഛന്റെ ഫുഡിന്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അച്ഛന് വേണ്ടി മാറുകയാണ്. അപ്പം പിന്നെ അച്ഛന് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എണ്ണയില്ല, എരിവില്ല, പുളിയില്ല, അങ്ങനത്തെ ഉള്ള ഫുഡ്സും കാര്യങ്ങളും ഒക്കെ. ബാക്ക് ടു ബാക്ക് കുറെ സർജറീസ് വന്നു. ഈ സമയത്തൊക്കെ അച്ഛൻ, ഞാൻ, അമ്മ, ചേച്ചി, ഈ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞത് പിന്നീടാണ് ഞങ്ങളുടെ. അപ്പൊ ആ സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു. നമുക്ക് കരയാനാണെങ്കിലും നമ്മുടെ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകൾ പറയാനാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയത്ത് സഹായിച്ചു. അവരുടെയൊക്കെ കടങ്ങളൊക്കെ അപ്പൊ തന്നെ നമുക്ക് ദൈവം സഹായിച്ചു അതൊക്കെ തീർക്കാൻ പറ്റി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം അച്ഛൻ ആ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തതിന്റെ ഇരട്ടി അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടോണ്ടിരിക്കും. ഓക്കെ, ഈ ഭൂലോകത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ പറയൂ, നിന്നെ ആരെങ്കിലും, ഐ മീൻ ആ പുരുഷന്റെ ഭാര്യ നിന്നെ ആരെങ്കിലും കൈപിടിച്ചൊന്ന് ഏൽപ്പിക്കണമെന്ന്. അത്രയും വലിയ മനസ്സുള്ള വ്യക്തിയായിരുന്നു. ഒന്നും പറയാനില്ല. ചില ഫാമിലീസ് അങ്ങനെ അത്രയും പുരോഗമന ചിന്താഗതിയിലൊക്കെ ആയിരിക്കും. വാട്ടവർ ഓക്കെ ബാക്കി പറ. വിവാഹം അതൊരു രജിസ്റ്റർ മാരേജ് ആക്കിയ പോലെ എന്തിനാണ് മീഡിയാസിനെ കുറിച്ച് ഇത്ര കൊട്ടിഘോഷിക്കുന്നത് എന്നൊക്കെ അത് വന്നു. അതിലെ ഒരു വിമർശനം വന്നത്, കല്യാണം കഴിച്ചാലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷെ എന്തിനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, എന്തിന് ഇത്രയും വലിയ ആഘോഷമാക്കി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അമ്മേനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയോ? ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടില്ല ആരും. പരസ്പരം അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തൊരു പോസ്റ്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളാണ്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിൻ്റെ അകത്താണെങ്കിലും ഞാൻ എന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളാണ്. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുള്ള എനിക്ക് എന്തുകൊണ്ട് എന്റെ അമ്മയുടെ വീഡിയോ ഇട്ടൂടാ അല്ലെ? അപ്പൊ നമ്മളിപ്പോ കണ്ടന്റിന് എല്ലാവരും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ അമ്മയുടെ കല്യാണം ഞാൻ എവിടെയാണ് ഒന്ന് ഇടുക? ഇപ്പൊ എനിക്കത് വിളിച്ചിട്ട് വേറെ ഒരു ചാനലിനെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ചാനലിൽ തന്നെ ഇട്ടത്. അതിന് മുന്നേ ഒരു സേവ് ദ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇട്ടതിന് ശേഷമാണ് ഈ മീഡിയാസ് എല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്തത്. അതിൽ 1-2 മീഡിയ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് വന്നോട്ടെ, ഇത് കവർ ചെയ്തോട്ടെ, പിന്നെന്താ നിങ്ങൾ വന്നോളൂ, കവർ ചെയ്തോളൂ. നോക്കുമ്പോഴത്തേക്ക് ഒരു ബറ്റാലിയൻ, ഒരു ട്രെയിനിൽ ആൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ആൾക്കാർ വന്ന് ഇതെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത് പബ്ലിക്കായിട്ട് നടത്തിയ ഒരു ഇവന്റ് ആണ്, ഒരു പ്രൈവറ്റ് ഇവന്റ് ഒന്നും അല്ല. അപ്പൊ ആർക്ക് വേണമെങ്കിലും അവിടെ വന്നത് ഷൂട്ട് ചെയ്യാം. അതാണ് സംഭവിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് നടത്തിയ ഒരു പബ്ലിക് ഇവന്റ് ആയിരുന്നു. ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടല്ലെങ്കിലും. പക്ഷെ പിന്നെ ആൾക്കാരല്ലല്ലോ തീരുമാനിക്കേണ്ടത് നമുക്ക് എങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യണോ അതോ 4 പേര് വിളിച്ചിട്ട് ചെയ്യണോ. അതിപ്പോ അവരുടെ സന്തോഷമല്ലേ. അമ്മ നല്ല സാരി കൊടുത്തിട്ട് അങ്കിളിനെ കല്യാണം കഴിക്കുന്ന കാണാൻ നമുക്കും സന്തോഷമായിരുന്നു, വന്ന റിലേറ്റീവ്സിനും സന്തോഷമായിരുന്നു. പിന്നെന്താ പ്രശ്നം? പിന്നെ ആരും പറഞ്ഞു, ഇപ്പൊ അങ്കിളാണെങ്കിലും അമ്മയാണെങ്കിലും നമുക്ക് രജിസ്റ്റർ മാരേജ് മതി മോളെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ രണ്ടുപേരും പറയാണ് രജിസ്റ്റർ മാരേജ് മതി, ആളൊന്നും വേണ്ട, നമ്മൾ മാത്രം മതിയോ, അങ്ങനത്തെ ഒരു ചടങ്ങാണെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു മീഡിയ പോലും അവിടെ കയറില്ലായിരുന്നു. അത് അവരുടെയാണ് ഇഷ്ടം. പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ അമ്മ ആണെങ്കിലും ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ക്യാമറ ഫിയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മയ്ക്ക് അത് ഇപ്പൊ വന്നാലും വന്നില്ലെങ്കിലും അമ്മ ഓക്കെയാണ്. അങ്കിളാണെങ്കിലും അങ്ങനത്തെ ഒരു ചെയ്തോടനെ മനസ്സിലായി നമുക്ക് അങ്കിൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. അതെ, ആ സേവ് ദ ഡേറ്റ് ഞാൻ കണ്ടിരുന്നു. അതിന് വെള്ളമൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കില്ലായിരുന്നു സേവ് ദ ഡേറ്റ്. അപ്പോഴത്തേക്കും എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അപ്പൊ തന്നെ പറയുന്നത് മതി ക്യാമറ എല്ലാം പോട്ടെ മതിയായി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച അങ്കിൾ ഇതൊന്നും താല്പര്യമില്ല. അപ്പൊ അങ്കിളിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആ സേവ് ദ ഡേറ്റ് നമുക്ക് ചെയ്യാം, ആ കാറിൽ വണ്ടി ഓടിച്ച് പോകുന്നൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ആള്. അപ്പൊ അതുകൊണ്ടാണ് അങ്കിൾ ഇതൊക്കെ ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തതും പിന്നെ അമ്പലത്തിൽ വെച്ച് നടത്താം എന്ന് വിചാരിച്ച് നമ്മളത് അങ്ങനെ ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തി. രജിസ്റ്റർ മാരേജ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതൊക്കെ ശരിക്കും ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയുന്നത് ഇപ്പൊ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഈ പറയുന്ന പോലെ എത്ര പേരാണ് അറിയാം. ഇതല്ലാണ്ട് കുറച്ച് പേര് അറിഞ്ഞാലേ ഇവരുടെ വീട്ടിലേക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എല്ലാവരും വിചാരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇത്രേ ഉള്ളൂ അവരുടെ സന്തോഷം. എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അവരുടെ സന്തോഷത്തിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ? കുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞാൽ പേരൻസ് കുട്ടികളെ നോക്കിയിരിക്കണം എന്നാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോം. അതും ബ്രേക്ക് ചെയ്യണമെന്നോ അങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ആരും ചോദിച്ചിട്ടില്ല പേരൻസിനോട് എന്താണ് നിങ്ങളുടെ താല്പര്യം. അതെ, പേരൻസിനോട് നമ്മൾ ചോദിച്ചിട്ട് ആരും ചോദിക്കാറില്ല. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബത്തിന് ആർക്കും പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിൽ. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്കാണ് ഇങ്ങനെ, എനിക്ക് താല്പര്യമില്ലെന്നേ പറഞ്ഞില്ല. ഇനിയിപ്പോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കത് എന്തോ ഒരു ഇതാണ്. സ്വന്തം അപ്പനും അമ്മയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് മക്കൾ ഹാപ്പി. എനിക്ക് പേഴ്സണലി ഒരു ഇതില്ല. ചിലപ്പോൾ നിങ്ങൾ എന്നെ അമ്മാവനെന്ന് വിളിക്കാം, എന്ത് വൃത്തിയായിട്ട ചിന്താഗതി എന്ന് പറയാം. അതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. ഇപ്പോഴത്തെ പുതുതലമുറകളുടെ പൊതു ചിന്താഗതികളൊക്കെ വളരെയധികം ബെസ്റ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയുന്നത്
ഇങ്ങനെ നിങ്ങൾ ഓരോ വീഡിയോസ് കൊണ്ടിട്ടു, ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി, നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ അവരെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 40 വർഷത്തെ പ്രണയമെന്ന് നിങ്ങളുടെ അമ്മ തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഉൾട്ട അടിച്ച് മാറ്റി പറയുന്നുണ്ട്. അതാണ് വിഷയമായത്. ആ രണ്ടാമത് ഇന്റർവ്യൂവിൽ പറഞ്ഞതും ആദ്യം പറഞ്ഞതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പുറത്ത് ഇന്റർവ്യൂവിൽ വന്നിരുന്ന അവരെ പറയാൻ അത് മറ്റവന്മാരെ കട്ട് ചെയ്ത് മാറ്റിയത്. എനിക്കത് യോജിപ്പില്ല. കട്ടിങ് എല്ലാം ഒറ്റ സ്ട്രെച്ച് സാധനമായിട്ടാണ് പോയത്. അത് അവര് മീഡിയക്കാരെ ആ ഒരു ഇത് ശ്രദ്ധിക്കാൻ വായിന്നങ്ങ് പറഞ്ഞ് ഉള്ളതങ്ങ് പറഞ്ഞ് ഇപ്പുറത്ത് വന്നിരുന്നിട്ട് അടുത്ത് നെഗറ്റീവ് അല്ലെങ്കിൽ ഏറി കയറിയ ശേഷം വന്നിരുന്ന് മാറ്റി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. എന്റെ അഭിപ്രായം ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം, അതുള്ള കാര്യമാണ്. ഇനി വേറൊരു വീഡിയോ കണ്ടേട്ടാ, ഒരു നാറിയ ടീം, ഏതോ നാറിയ മീഡിയ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആദ്യത്തെ ഒരു ഭാഗത്തിന് എടുത്തു വെച്ചിട്ട് കാണിച്ചു വെച്ചിട്ടുള്ള പേക്കു ദന്തയില്ലായ്മ കണ്ടോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ചതിക്കായിരുന്നു. ആണിത് കേട്ടാ. അല്ലാണ്ട് കുറെ പേര് ഇത് ഇപ്പോഴും ഉള്ളതാണെന്ന് തോന്നുന്നു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് AI. ഇത് ഉള്ളതാണെന്ന് വിശ്വസിച്ച് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കമന്റ് ഒന്ന് വായിച്ചു തരാം. അയ്യേ എന്തൊക്കെയായി കാണിക്കുന്നേ, ഇവർക്ക് നാണവും മാനവും ഇല്ലേ, മാരേജ് വേണ്ട ബട്ട് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ വെരി ബാഡ്, മാരേജ് വീണ്ടും എന്നാണ് പറഞ്ഞ കേട്ടോ. ദൈവത്തെ ഓർത്ത് ഈ കപ്പിൾസിനെ ഇങ്ങനെ മീഡിയക്ക് മുന്നിൽ കൊണ്ടുവരരുത്. കാരണം ഇവർ 18 കഴിയത്തേ ഉള്ളൂ എന്നാണ് വിചാരം. 18 കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് വിചാരം. കല്യാണം കഴിച്ചോളൂ, ഈ കോപ്രായം സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് നല്ല കാര്യം, പക്ഷെ പൊതു ഇടത്തിൽ വന്ന് ഇരുന്ന് കൂത്താട്ടം നടത്തരുത്. ഇതെന്തൊരു കോപ്രായങ്ങൾ. യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല. ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കും. മീഡിയ വഴി ജനങ്ങളുടെ മുന്നിൽ കൂത്താട്ടം കാണിക്കാതെ ഉള്ള ആയുസ് കളയാതെ ജീവിക്കും. നിങ്ങൾക്ക് വിവാഹം കഴിച്ചോളൂ, പബ്ലിക്കിന് മുൻപിൽ വന്ന് കോപ്രായം കാണിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യസന്ധമായ വീഡിയോ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ദിസ് ഈസ് AI. ദയവ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയല്ല ഇത് അവന്മാരെ ഏതോ നാറികൾ ചെയ്തതാണ്. അതാണ് പറയുന്നത്. AI പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ നെഗറ്റീവ് സൈഡാണ് ഉള്ളത്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാളെ പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് ഇവരെ കാണുന്ന സമയത്ത് എത്തല്ലേ മറ്റേ രണ്ടും കൂടെ ഒന്ന് കിസടിച്ച് പബ്ലിക്കിൽ കാണിച്ച കോപ്രായങ്ങളെ വയസ്സാം കാലത്ത് എന്നേ ആൾക്കാർ ചിന്തിക്കും. ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വിഷയം കൂടി ഇതിന്റെ പിന്നാലെ ഉണ്ട്. ദൈവമേ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചോ, മക്കളെ കെട്ടിച്ചു വിടുകയോ മരുമക്കളെ കെട്ടിച്ചു വിടുക എന്താന്ന് വെച്ച് ചെയ്തു. പക്ഷെ അതൊക്കെ ഇങ്ങനെ മീഡിയയിലൊക്കെ വിളിച്ച് കാണിച്ച് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തെളിയിച്ച് ഇതൊക്കെയാണ് ശരിയെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാതെ ഉള്ള കാര്യം പറയാം. എന്തിനി ഇനിയിപ്പം ഞാൻ കുറ്റക്കാരനാവും എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റക്കാരൻ തന്നെ. പുതിയൊരു വീഡിയോ ഇട്ടണം.